ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ കുറഞ്ഞ ചിലവിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പർ സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് റൂം ടെമ്പറേച്ചർ മിൽക്കാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ്. ഞാനിവിടെ എടുത്തുള്ളത് തവിടെണ്ണയാണ്. ഏത് റിഫൈൻഡ് ഓയിൽ ആയാലും മതിയാവും. ഇനി വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ചതാണെങ്കിൽ 1 കപ്പ്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. പക്ഷെ ആദ്യം ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു 1.5 മൂടി വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതേ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ഇനി ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ബാക്കി വന്നിട്ടുള്ള ബാറ്ററിൻ്റെ കൂട്ടത്തിലായിട്ട് 1/3 കപ്പ് ഓഫ് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ബാറ്ററിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിന് ഇത്ര തന്നെ മിൽക്ക് മതിയാവും. പിന്നെ ഞാൻ കാണിച്ചിട്ടുള്ള മെഷറിംഗ് കപ്പ് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ കപ്പ് ഉള്ളത്, അതിപ്പോൾ ഒരു ഗ്ലാസ് ആയാലും ഏതാണെങ്കിലും അതിന് അളവിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഇപ്പോൾ ദേ ഞാനിവിടെ 2 ബാറ്ററുകളെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കൊക്കോ പൗഡർ ഇട്ടതും അതുപോലത്തെ വാനില എസൻസ് മാത്രമുള്ളതും. അങ്ങനെ ഈ രണ്ടിനെയും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ ദേ ഞാനിവിടെ 3 ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഇനി അതിലോട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് എല്ലാവിടെയും ഒന്ന് ബട്ടർ ആക്കി കൊടുക്കുക. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഈ ഒരു ബാറ്ററിൻ്റെ അകത്തായിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതുണ്ട്. ഇത് ഇതിൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് മിക്സാണേ. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണില്ല, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എല്ലാ തട്ടിലും ഇതുപോലെ ഓരോ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാനിലേൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ കുറച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ കൂടുതൽ ചോക്ലേറ്റ് ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും ചോക്ലേറ്റാണ് കേട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതേ ആദ്യത്തെ പാച്ച് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സെറ്റ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഞാനിത് വാനില മിക്സാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ഇഡ്ഡലി ആവിയിൽ എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുന്നോ അതിനനുസരിച്ചിട്ടുള്ള ബാറ്ററാണ്. പിന്നീട് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഞാൻ ഇതിന് കറക്റ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ബാറ്റർ ഒഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇഡ്ഡലിക്കുള്ള വെള്ളം, അതായത് ഇഡ്ഡലി തട്ടിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ. സിം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. പിന്നീട് നമ്മളിത് തട്ടുകൾ വെച്ച് കൊടുക്കുമ്പോൾ അതിന് ഫ്ലെയിം ഫുള്ളാക്കി വെച്ച് കൊടുത്താൽ മതിയാവും. ഇത് ഒരിക്കലും പച്ചവെള്ളത്തിൽ, അതായത് വെള്ളം ചൂടാവുന്നതിന് മുമ്പ് തന്നെ ആവിയിലേക്ക് വെക്കരുത് കേട്ടോ. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇതേ മുഴുവനായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോ ഇഡ്ഡലി തട്ടുകളായിട്ടും ഇതുപോലെ വെച്ച് ഇറക്കി കൊടുക്കുക. മുഴുവനായിട്ടും വെച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 7 മിനിറ്റോളം വേവിച്ചെടുക്കുക. 7 മിനിറ്റ് മാത്രം ഇത് വേവിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു സെക്കൻഡ് പോലും വെക്കരുത് കേട്ടോ. കാരണം പിന്നീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. പിന്നെ അതുപോലെ തന്നെ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയും അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കുകയോ ചെയ്യരുത്. അപ്പം തന്നെ നമുക്ക് പുറത്തെടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതേ കറക്റ്റ് ചൂടൊക്കെ ആറിയിട്ട് ഇത് പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇത് കറക്റ്റ് വിട്ട് വരാനായിട്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ടും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. ഈവനിങ്ങിൽ ചായൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു ഈസി സ്നാക്കാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്.
മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിലും ഇത് നല്ലൊരു സ്നാക്കാണ് കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി സ്നാക്കായിട്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്